എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാണാവോ സംഭവിച്ചിരിക്കുന്നത്. പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും CPM-നെയും ഒക്കെ ചുറ്റിപ്പറ്റി നിന്ന വാർത്താ ലോകം പുതിയ മുഖ്യമന്ത്രിക്ക് സുഖകരമായ പാത വെട്ടിത്തെളിക്കുന്ന കാഴ്ച കൂടി കണ്ട കുറച്ച് ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ദേശീയ മാധ്യമത്തോട് ഐ ആം നോട്ട് മുസ്ലിം, ഐ ആം ഹിന്ദു എന്ന് പറഞ്ഞ VD സതീശൻ പിന്നീട് വന്ദേ മാതരത്തിൻ്റെ ഫുൾ വേർഷൻ ഇട്ട് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഫുൾ നെയിം പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് തുടർന്ന് കേരളത്തിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെ സെക്രട്ടറിയാക്കിയ തന്നെയും കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രചാരണത്തെയും സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ച റോയി മാത്യുവിനെ VD സതീശൻ മീഡിയ സെക്രട്ടറിയാക്കിയ കുറച്ച് ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ മലയാള മാധ്യമരംഗം എങ്ങനെയായിരുന്നുവെന്നും ഈ വാർത്തകളോട് ഏതുതരം സമീപനം സ്വീകരിച്ചുവെന്നും പരിശോധിക്കുകയാണ് ന്യൂസ് ലാബ്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം നമുക്കല്പം ജാതി പറയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ്റെ ജാതി. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കുറച്ച് ദിവസം പഴയതാണ്. വന്ദേ മാതരത്തിനും മറുപടി ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് കേട്ട മാധ്യമപ്രവർത്തകരൊക്കെയും തലകുലുക്കി കേട്ടു. വാർത്താ സമ്മേളനം നല്ല നല്ല ചിരികളോടെ അവസാനിച്ചു. പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ എന്തൊക്കെ പുകിലുണ്ടാകുമെന്ന് വെറുതെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ചുമ്മാതെ ഒന്ന് ഓർത്തു നോക്ക്. അപ്പോൾ അറിയാം മാധ്യമപ്രവർത്തകരുടെ യഥാർത്ഥ സ്വഭാവം. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേ മാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്. നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. ഇക്കാര്യത്തിൽ കാര്യമാത്ര പ്രസക്തമായ വിമർശനം ഉന്നയിച്ചത് ചരിത്രകാരനും എഴുത്തുകാരനുമായ വിനിൽ പോളാണ്. പഴയിടം ബാബുവോ മോഹനോ കച്ചവടം കൂട്ടാൻ വേണ്ടി ജാതിവാല് തൂക്കിയതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ മേനോൻ പ്രയോഗമെന്ന് തോന്നുന്നു. നിഷ്കളങ്കമല്ല, കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നാണ് വിനിൽ പോളിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മേനോൻ എന്ന ജാതിനാമം പ്രത്യേകം ഉയർത്തിപ്പറഞ്ഞ് കേരളം ദീർഘകാല സാമൂഹിക നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ നേടിയ സമത്വബോധത്തോടുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ അതൊരു അറിവില്ലായ്മയാണ്. അധികാരവേദിയിൽ ജാതിയെ ആഘോഷിക്കുന്നത് കേരളത്തിന് അപമാനമാണ്. അത്തരം സമൂഹത്തിൽ അധികാരത്തിൻ്റെ വേദിയിൽ ജാതിപ്പേര് ഉയർത്തിക്കാട്ടുന്നത് പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ ആത്മാവിനോടുള്ള വിരുദ്ധ സന്ദേശമാണെന്നും വിനിൽ പോൾ എഴുതുന്നു. ഇനി ജാതി വിട്ട് ചില നിയമനങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ച നടപടിയാണ്. ബംഗാളിൽ BJP നേതാവായ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്താണോ ചെയ്തത് അതുതന്നെയാണ് കേരളത്തിൽ കോൺഗ്രസ് നേതാവായ മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തത് എന്ന ആരോപണവുമായി CPM രംഗത്തെത്തി. റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. സതീശൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പണികളാണ് ഇതൊക്കെയും എന്നാണ് PR സുനിൽ പറയുന്നത്. അപ്പോൾ ഇത് വിവാദമാകണം, ഇത് ചർച്ചയാകണം എന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ മുഖ്യമന്ത്രി എന്നൊരു പ്രതീതിയിൽ നിന്ന് പുറത്തു ചാടുക എന്നത് രാഷ്ട്രീയമായി VD സതീശനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നോക്കൂ, ആദ്യത്തെ വിവാദം ഉണ്ടാകുന്ന ഇവിടെയാണ്. വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവനായി ചൊല്ലിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ആ വിവാദത്തിൽ
വി.ഡി. സതീശൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിനൊരു പ്രതികരണം നൽകുന്നത്. അതല്ലാതെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കമോ എന്തെങ്കിലും ഒരു നീക്കമോ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രത്തൻ കേൽക്കറുടെയും വി.ഡി. സതീശന്റെയും കാര്യം പറയുമ്പോൾ സുനിൽ ഇക്കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. UDF കേരളത്തിൽ 100 സീറ്റുകൾ നേടും. രണ്ടാമത്തേത് 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കും എന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ പിന്നിലാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. CPM കോട്ടകൾ തകരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 4 സംഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും CPM-നെ തിരിച്ച് ആരോപിക്കാലോ. ഈ നിയമനത്തിൽ ഒരഭംഗിയുണ്ടെന്നാണ് സ്മൃതി പരുത്തിക്കാട് പറയുന്നത്. കടുത്ത വി.ഡി. സതീശൻ പക്ഷപാതിയായി നിലകൊള്ളുമ്പോഴും ഈ നിയമനം അല്പം കടന്ന കൈയായി പോയി എന്ന് സ്മൃതിയും സമ്മതിക്കുന്നു. ഈ നിയമനത്തിൽ ഒരു അഭംഗിയുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ പറഞ്ഞ പോലെ ബംഗാളുമായിട്ടുള്ള ഒരു താരതമ്യത്തിലേക്കൊന്നും എനിക്ക് അതൊരു ശരിയായ താരതമ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്മൃതി ഇത് പറഞ്ഞെങ്കിലും ബാക്കി പഴിയൊക്കെയും പിണറായി വിജയനും മുൻ സർക്കാരിനും CPM-നും തന്നെയാണ്. സ്മൃതി ഉന്നയിച്ചതടക്കമുള്ള കാര്യങ്ങൾക്ക് അരുൺകുമാർ കൊടുത്ത മറുപടിയും രസകരമാണ്. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടും ഒരു ബന്ധവുമില്ലാത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിലെ ADGP ആയ MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്ന വലിയ നരേറ്റീവ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. അവിടെയാണ് നേരിട്ടുള്ള ഈ നിയമനത്തിലുണ്ടാകുന്ന സംശയങ്ങൾ ചർച്ചയാകുമ്പോൾ നമ്മളതിനെ അഭംഗി എന്ന് ലഘൂകരിക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് അഭംഗിയല്ല, അത് ഔചിത്യക്കുറവുണ്ട് അതിന് പിന്നിൽ. പിന്നെ മാത്രമല്ല, നമ്മൾ ഒട്ടേറെ സംശയങ്ങൾ ഒരുമിച്ച് വെച്ചാൽ വലിയൊരു സംശയത്തിൻ്റെ പുകമറ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മീഡിയ വണ്ണിലേക്ക് പോയാൽ ഇരുട്ടുമുറി ചർച്ചാവേദിയായ ഔട്ട് ഓഫ് ഫോക്കസിൽ നല്ല സങ്കടത്തിലാണ് SA അജിംസ്. തങ്ങൾ പണിയെടുത്ത് പടുത്തുയർത്തിയ സർക്കാരിൽ നിന്ന് പണി കിട്ടി തുടങ്ങിയല്ലോ എന്ന് വായിച്ചെടുക്കാം അജിംസിൻ്റെ വാക്കുകളിൽ നിന്നും. പതിവ് പോലെ അത്ര ഉഷാറുമില്ല അജിംസിൻ്റെ മുഖത്ത്. SAR പ്രോസസ്സ് കഴിഞ്ഞ് ഒരു മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷം 102 സീറ്റുമായി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആ തെരഞ്ഞെടുപ്പ് നടത്തിയ ആളെ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് കൊടുക്കാതെ നേരെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയമിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ തെറ്റായ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള ഒരു സംശയം സാധാരണ വോട്ടർമാരിൽ ഉളവാക്കാൻ ഉതകുന്ന ഒന്നാണത്. ആ ഒരു നിയമനം എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാവാമായിരുന്നു, ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാക്കാമായിരുന്നു. ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നം ചീഫ് സെക്രട്ടറി നിയമനം പോലെയല്ല. ഇത് ചീഫ് സെക്രട്ടറി ലെവലല്ല. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാനമാണ്. ചീഫ് സെക്രട്ടറി ഇത് ഭരണഘടന ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഉടനെ തന്നെ അധികാരമേറ്റ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയമിക്കുകയാണ്. അപ്പോൾ ഇത് അതിലൊരു രാഷ്ട്രീയമായ അനൗചിത്യമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സതീശനെ അങ്ങ് കൈവിടാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമിക്കും മീഡിയ വണ്ണിനും? അതുകൊണ്ട് ബാക്കി സമയം ഈ നിയമനത്തെ വെളുപ്പിക്കാനും അജിംസ് സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് ചുവട് പിടിച്ച് ബംഗാളിലെ നിയമനം ചൂണ്ടിക്കാട്ടുന്ന CPM-നാണ് ദാവൂദിൻ്റെ വക വിമർശനം. തുടർന്ന് മുന്നേറുന്ന ദാവൂദ് മറ്റൊരു നിയമനം ചൂണ്ടിക്കാണിക്കുന്നു. അത് റോയ് മാത്യുവിൻ്റെ നിയമനമാണ്. മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയായി നിയമിതനായ റോയ് മാത്യുവിനെ കുറിച്ച് തന്നെ. പക്ഷേ ദാവൂദ് അവിടെയും തനിക്കൊണം കാണിച്ചു. ഇക്കാര്യത്തിൽ CPM എന്താ ഒന്നും പറയാത്തത് എന്നതിൽ ദാവൂദിന് കൗതുകമുണ്ടത്രേ. തങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യം സതീശൻ ചെയ്താൽ അത് CPM-ന്റെ നെഞ്ചത്ത് കൊണ്ടിടുന്ന അത്രയും നിഷ്കളങ്കമായ കൗതുകം. പക്ഷെ എനിക്ക് കൗതുകം ഉണ്ടാക്കുന്ന കാര്യം അതല്ല. ഈ ഇന്നലെ നടന്ന നിയമനങ്ങളിൽ വേറൊരു നിയമനം ഉണ്ടായിട്ടുണ്ട്. മീഡിയ സെക്രട്ടറി ആയിട്ട് റോയ് മാത്യു എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ഈ റോയ് മാത്യു എന്ന് പറയുന്ന ആളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സർഫേസ് ചെയ്ത് വരുന്നുണ്ട്. എന്താ അതിന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ സാമാന്യമായിട്ട് അങ്ങേര് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഷയല്ല അദ്ദേഹത്തിൻ്റെത്. വി.ഡി. സതീശനെതിരെ പോലും അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് പോലും വളരെ മോശമായ രീതിയിൽ പബ്ലിക് കമൻറ്റുകൾ ഇട്ടിട്ടുള്ള ഒരാളാണ്. ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് നിരോധന നിയമത്തിന് സമാനമായൊരു നിയമം ഇവിടെയും വേണ്ടി വരും എന്നെഴുതിയ ആളാണ്. അത് എഴുതിയ പശ്ചാത്തലമാണ് അതിനേക്കാൾ കൗതുകകരം. ഈ കേരളത്തിൽ ഈ ലവ് ജിഹാദ് ആട്ടക്കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള, വിദ്വേഷ കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള കൗമുദി പത്രത്തിലെ ഒരു വാർത്താ ക്ലിപ്പിംഗ് എടുത്തു വെച്ചിട്ടാണ് അതിൻ്റെ മേലാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ഈ ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് പോലെയുള്ള ഒരു നിയമം ഇവിടെ ലവ് ജിഹാദ് തടയൽ നിയമം പോലൊരു നിയമം ഇവിടെ വേണ്ടി വരും.
അങ്ങേയറ്റം എന്താണ് റേഷ്യൽ സ്ലർ എന്ന് പറയാവുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വംശീയ പരാമർശം എന്നുള്ള നിലക്ക് സാധാരണ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഹൂറിമാരുടെ അടുത്തേക്ക് പോകാൻ എളുപ്പമായിരിക്കും. ഈ സ്വഭാവത്തിലൊക്കെ അങ്ങേയറ്റം വൃത്തികെട്ട കമൻറ്റുകൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. കേരളത്തിലെ കുപ്രസിദ്ധമായ ഒരു ഹെയ്റ്റ് ട്യൂബർ ഇദ്ദേഹത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിലാദ്യം ഉണ്ടായിരുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ കുറച്ചു കാലം എഡിറ്ററായിട്ട് ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മീഡിയ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ ഒരു പ്രൊപ്രൈറ്റി എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് CPM ഒരു അഭിപ്രായം പറയാത്തതെന്നാണ് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാകുന്ന കാര്യം. ദാവൂദിന്റെ കൗതുകത്തിന് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. തൃപ്തിയായി കാണുമെന്ന് തോന്നുന്നു. എന്തായി പറയുന്നത് വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. റിപ്പോർട്ടർ TVയോടോ ഇന്നലെ കൂടി പിണറായിക്കെതിരെ ചർച്ച നടത്തിയ ഏഷ്യാനെറ്റിനോടോ മനോരമയോടോ പോലും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ തങ്ങളുടെ എല്ലാ റിസോഴ്സസുകളും VD സതീശന് വേണ്ടി ഉപയോഗിച്ച മീഡിയ വണ്ണേ നിങ്ങൾക്ക് ഇപ്പോഴും സതീശനെ അത്രയ്ക്കങ്ങ് മനസ്സിലായിട്ടില്ല. മുസ്ലിമാണെന്ന് പറയാത്ത, ഹിന്ദു എന്ന് എടുത്തു പറയുന്ന, മേനോൻ എന്ന ജാതിപാൽ ഉയർത്തി നിർത്തുന്ന സതീശനെ ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിയും. പക്ഷേ അപ്പോഴേക്കും നിങ്ങൾക്കും സതീശനുമിടയിൽ നിർമ്മിക്കപ്പെട്ടൊരു അദൃശ്യ പാലമുണ്ടല്ലോ, അതുണ്ടാകില്ലെന്ന് മാത്രം. സതീശന്റെ വഴിയേ പോകുന്ന കാലം വിദൂരമല്ല. Are you saying that even those elements within the IUML or their supporters in the Jamaat, etc., if anyone, takes up campaigns along or raises issues on communal lines, you will strongly oppose that as Chief Minister? No, nobody. I am not a Muslim. I am a Hindu. No, not about you. But IUML is your ally. ന്യൂസ് ലാബിന്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.